शोर में खामोशियां, दूरियों में बटी नजदीकियां, बारिशों में खुली चिंगारियां, जाने क्या क्या लेके आती है हर लम्हा मुझ में यूं तुझे भर जाती है तन्हाइयाँ तन्हाइयाँ तन्हाइयाँ। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ലവ് ആക്ഷൻ ഡ്രാമയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കാർത്തിക്കിൻ്റെ ലീലാവിലാസങ്ങളും ഇതിനെന്ത് പേര് പറയും, കാർത്തിക്കിൻ്റെ ലീലാവിലാസങ്ങളും ജെക്കിയുടെ റിയാക്ഷനും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ജെക്കി കട്ടക്കലിപ്പിലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കാർത്തിക്കിന് എങ്ങാനും കൈ കിട്ടിയാൽ പിന്നെ പറയണ്ട. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അമ്മാവൻ്റെ കാര്യം ഇപ്പോൾ ജെക്കി അറിഞ്ഞത് എന്തുകൊണ്ടും നന്നായി. സോ ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം പറയാൻ പറ്റൂ. എന്താ, അന്ന് രാത്രി നിൻ്റെ കൂട്ടുകാർ അറ്റാക്ക് ചെയ്ത ഏതോ വഴിപ്പോക്കനില്ലേ? ആ വഴിപ്പോക്കൻ അവളുടെ അമ്മാവനായിരുന്നു. അമ്മാവനോ? അതെ, അതുമാത്രമല്ല, അവളുടെ അമ്മാവനെ ആക്രമിച്ച കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറാതെ നിനക്ക് അവളുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈ ദ വേ, സെലിനയ്ക്ക് ആവശ്യത്തിലധികം അഴകും ടാലൻറ്റും ഉണ്ട്. പിന്നെന്താ ഇങ്ങനെ മിനി സ്ക്രീനിൽ ഒതുങ്ങി നിൽക്കുന്നേ? സിനിമയിലൊക്കെ ട്രൈ ചെയ്തൂടെ? അതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളല്ലേ. ഞാനിപ്പോൾ ഉള്ളതിൽ ഹാപ്പിയാണ്. അങ്ങനെ പറയരുത്. ഇപ്പോൾ താൻ മിനി സ്ക്രീനിൽ തിളങ്ങി നിൽപ്പുണ്ട്. എന്നാലും നമ്മൾ ഇതിലും മികച്ചതിലോട്ട് പരിശ്രമിക്കണം. തനിക്കതിനുള്ള യോഗ്യത ഉണ്ട്. ഞാൻ നോക്കാം. ഇപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ഇത് കഴിഞ്ഞു മതി. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് സിനി ഫീൽഡിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അയാളോട് സംസാരിക്കട്ടെ? ആസ് യുവർ വിഷ്. ഓക്കെ. ടു 3 ഡേയ്സ് കഴിഞ്ഞ് സെലീന വരുൺ വിളിച്ച് പറഞ്ഞത് പ്രകാരം അവരുടെ പെർഫോമൻസിന് റിഹേഴ്സലിന് വേണ്ടി തയ്യാറെടുത്തു. ഹലോ വരുൺ, ഞാൻ എവിടേക്കാണ് വരേണ്ടത്? സെലിൻ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ. ഹായ് വരുൺ, ഞാൻ ലേറ്റായോ? ഇല്ല. താൻ വരുമോ എന്നെനിക്ക് സംശയമായിരുന്നു. താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ വരുൺ പറഞ്ഞാൽ എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ല, അതുകൊണ്ടാണ് വന്നത്. എനിവേ താങ്ക് യു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ലേറ്റായോ? ഇല്ല. അല്ല, പുറത്ത് നല്ല ട്രാഫിക്കായിരുന്നു. ലേറ്റായിട്ടൊന്നുമില്ല, താൻ വാ. പിന്നെ ഇവിടെയാണ് സെറമണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിൽ തന്നെയുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാ. പിന്നെ തൻ്റെ നടക്കുള്ള പെർഫോമൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. അവരിരുവരും അകത്തേക്ക് കടന്നു. അകത്തേക്ക് എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ടുള്ള സെലിനയുടെ റിയാക്ഷൻ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചൂബി, നീ എന്താ ഇവിടെ? സെലിൻ, നമ്മുടെ മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അത് സർപ്രൈസ് ആയി പോയല്ലോ. 1 മിനിറ്റ്, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? വരുൺ, ഷീസ് മൈ കസിൻ. ഞാൻ വരുണോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ? അത് മറ്റെന്തോ പേരാണല്ലോ പറഞ്ഞിരുന്നത്. അത് ചൂബി എന്നത് അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേരാ. അപ്പം നിങ്ങൾ തമ്മിൽ കസിനാണല്ലേ? അപ്പോൾ ഈ കസിന് ഞാൻ ആരാണെന്ന് അറിയുമായിരിക്കുമല്ലോ. അറിയാം, ആക്ടർ വരുൺ ശ്രീകാന്ത് ഇപ്പോൾ സെലിൻ്റെ ഒപ്പം ഡ്രാമയിൽ അഭിനയിക്കുന്നു അല്ലേ? അപ്പോൾ സെലീന എന്നെക്കുറിച്ച് പറയാറില്ലേ നിങ്ങളോട്? പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് സോ വിയേർഡ്. എന്ത് പറ്റി?
അല്ല, നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ നിങ്ങളുടെ കസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം, മോർ ദാൻ നിങ്ങളുടെ കസിൻ എൻ്റെ ഫ്രണ്ടാണെന്നറിയാം. എന്നിട്ടും നിങ്ങൾ ആ പരിചയമൊന്നും എന്നോട് കാണിച്ചില്ല. സെലീന നിങ്ങളുടെ കസിനാണെന്ന് പോലും പറഞ്ഞില്ല. അതുമാത്രമല്ല, ഞാൻ നിങ്ങളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത ദിവസമേ ശ്രദ്ധിച്ചതാണ്. സാധാരണ ഏതെങ്കിലും പെൺകുട്ടികൾ എന്നെ കണ്ട സ്വയം മറന്ന് ഓവർ എക്സൈറ്റഡ് ആവും ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് നിങ്ങൾ അങ്ങനെ ഒരു റിയാക്ഷനും കാണിച്ചില്ല. അതെന്താ, നിങ്ങൾക്ക് ഞാൻ അത്ര വലിയ സെലിബ്രിറ്റിയാണെന്ന് തോന്നിയില്ലേ? അങ്ങനെയൊന്നും അല്ല സാർ, സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ സെലിബ്രിറ്റീസും മനുഷ്യരല്ലേ, നിങ്ങൾക്കും കാണില്ലേ പ്രൈവസി ആൻഡ് പേഴ്സണൽ സ്പേസ്. അതുദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാതിരുന്നത്. സാറിനത് വിഷമായോ? വിഷമമൊന്നുമല്ല, ഒരു പുതുമയാണ് തോന്നിയത്. അവൾ അങ്ങനെയാ വരുൺ, വികാരങ്ങളൊക്കെ വലിയ രീതിയിൽ പുറത്ത് കാണിക്കാത്ത ആളാ. അത് മാത്രമല്ല വരുൺ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഇവളുടെ കസിനാണ് ഞാനെന്ന് പറയാൻ ഇവൾക്ക് വലിയ മടിയാണ്. എവിടെയും എൻ്റെ പേര് ഇതുവരെ അവൾ യൂസ് ചെയ്തിട്ടില്ല. അത് എല്ലായിടത്തും ഇവളുടെ പേര് ഡ്രാഗ് ചെയ്യാൻ മടിയായിട്ടൊന്നുമല്ല. എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി വേണം, അതുദ്ദേശിച്ചാൽ. ഇപ്പോഴും ഞാനും ഇവളും ഒരുമിച്ചാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ കമ്പനിയിൽ ആരോടും പറഞ്ഞിട്ടില്ല. അത് നല്ലതാണ്. ആക്ച്വലി അത് നല്ലൊരു മാനേഴ്സാണ്. സാധാരണ കുടുംബത്തിനകത്തൊരു സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ബാർ ഷോപ്പ് മുതൽ ബാർബർ ഷോപ്പ് വരെ ആ ഫെയിം യൂസ് ചെയ്യും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തിൽ ആരും അങ്ങനെ ചെയ്യാറില്ല. ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കസിൻ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കോയിൻസിഡൻറ്റ് കൂടി പറയാം. എന്താ, തൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഐഡിയ ആദ്യം തന്നത് തൻ്റെ കസിനായിരുന്നു. ജൂബിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, പെട്ടെന്നുള്ള ഷോക്കിൽ ചോദിച്ചതാ. അപ്പോൾ ഓക്കെ, നിങ്ങൾ സംസാരിക്കും, ഞാൻ ജേക്ക് വന്നോ നോക്കിയിട്ട് വരാം. ഓക്കെ. ശരി സാമദ്രോഷി, അപ്പം നിന്റെ കറുത്ത കരങ്ങളാണല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? സെലിൻ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ജെ കെ എത്തിക്കഴിഞ്ഞ് കുറച്ച് സമയത്തിനകം ചെറിയ രീതിയിൽ അവിടെ റിഹേഴ്സൽ നടത്തി. അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങി. സെലിൻ അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയതും അവളുടെ ഫോൺ റിങ് ചെയ്തു. കാർത്തിക്കായിരുന്നു അത്. ഇയാളെന്തിനാ വിളിക്കുന്നേ? ഹലോ, സെലീന. എന്താ കാർത്തിക്? സെലീന, ഞാൻ 2 ദിവസത്തിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താ, ഡിന്നറിൻ്റെ കാര്യമാണോ? അതല്ല, ഒരു ഫ്രണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ കുറിച്ച്. ഞാൻ ഓർക്കുന്നു. അവനിപ്പോൾ നമ്മുടെ സിറ്റിയിലുണ്ട്. താൻ ഇന്ന് വരുവാണെങ്കിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം. കാർത്തിക്, അത് ഞാൻ കുറച്ച് ബിസിയാണ്. സെലീന, അവൻ ഇന്നൊരു ദിവസമേ ഇവിടെ ഉള്ളൂ. ഞാൻ തൻ്റെ കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. താനൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ, ഞാൻ വരാം. എവിടേക്കാണ് വരേണ്ടത്? ഞാൻ ലൊക്കേഷൻ അയക്കാം. ഓക്കെ. ജൂബി, നീ ഇപ്പോൾ ഇറങ്ങൂ അതോ ലേറ്റ് ആവോ? ഇല്ലടി, ഞാനിപ്പോൾ ഇറങ്ങും, നമുക്ക് ഒരുമിച്ച് പോകാം. അത് പറ്റില്ല, ഞാൻ ഹോട്ടൽ മറൈൻ പ്ലാസ വരെ പോകുന്നുണ്ട്. എന്തിനാ? ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ കാണാൻ. അസിസ്റ്റൻ്റ് ഡയറക്ടർ? അതറിയില്ല, കാർത്തികിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. പുള്ളിയെ ഒന്ന് പരിചയപ്പെടാൻ. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഓക്കെ, അവിടെ എത്തിയിട്ട് വിളിക്കും. ശരിയടി. അതേസമയം ഇവരുടെ ഈ സംസാരം ജെ കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൻ. ടെൽ മീ ജെ കെ. വാവ്, എൻ്റെ പേരെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ആൻമരിക്ക് സുഖമാണോ? ഐ ആം ബീയിങ് ഗുഡ്. പിന്നെ ജെ കെക്കോ? എനിക്ക് കുഴപ്പമില്ല, സുഖമാണ്. മമ്മയ്ക്കോ? മമ്മ സുഖമായിരിക്കുന്നോ? ടീച്ചർ ഇപ്പോൾ എന്ത് ചെയ്യുമോ? മമ്മ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, ആളെ സുഖമായിരിക്കുന്നു. ടീച്ചറിനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ഷുവർ. പിന്നെ വേറെന്താ? നത്തിങ്. കുറേ നാളായില്ലേ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്, പ്രത്യേകിച്ച് ആൻമേരിയെ. കോളേജിന് ശേഷം ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. ലോങ് ടൈം നോ സീ. പിന്നെ തൻ്റെ കസിൻ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അല്ലേ? അത് അവളുടെ ഡിസിഷനല്ലേ ജെ കെ, അതിലെനിക്കൊരു അഭിപ്രായമില്ല. അവളുടെ മനസ്സിൽ വലിയ തെറ്റിദ്ധാരണ കിടപ്പുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മേ ബി അതായിരിക്കാം അവളെ കൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുപ്പിച്ചത്. എന്ത് തെറ്റിദ്ധാരണ? അന്ന് രാത്രി ഞാൻ സെലീനയുടെ അമ്മാവനെ ഉപദ്രവിച്ചിട്ടില്ല. അന്ന് എൻ്റെ കൂട്ടുകാർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അവിടേക്ക് എത്തിപ്പെടുകയായിരുന്നു. ആക്ച്വലി ഞാൻ അവരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. സത്യമായിട്ടും ഞാൻ അവിടെ അമ്മാവനെ ഉപദ്രവിച്ചിട്ടുമില്ല, ഉപദ്രവിക്കാൻ കൂട്ട് നിന്നിട്ടുമില്ല. ട്രസ്റ്റ് മീ.
ഇത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആന് തോന്നുന്നുണ്ടോ? ഇതൊരു പക്ഷേ ഞാൻ വിശ്വസിക്കുമായിരിക്കും. യു നോ സംതിങ്, ജെക്കിയുടെ കൂട്ടുകാരൊന്ന് അറ്റാക്ക് ചെയ്തത് എൻ്റെ അച്ഛനെയായിരുന്നു, സെലിൻ്റെ അമ്മാവൻ. പക്ഷെ സെലിൻ ഇത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ലായിരുന്നു. പക്ഷെ സെലീന ഈ ഇടയ്ക്ക് ജെക്കിയുടെ ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ജെക്കി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കിത് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. അല്ല, എൻ്റെ ഏത് ബ്രേസ്ലെറ്റാണ് സെലീനയുടെ കയ്യിലുള്ളത്? അത് അന്ന് സംഭവം നടന്ന അന്ന് രാത്രി അവൾക്ക് കിട്ടിയതാ. അത് കണ്ടിട്ടാണ് അവൾ അന്ന് ആ കൂട്ടത്തിൽ ജെക്കി ഉണ്ടായിരുന്നെന്ന് ഉറപ്പിച്ചത്. അതെപ്പോഴും അവൾ സൂക്ഷിക്കുന്നുണ്ടോ? യെസ്. എന്തിനാ? ഐ ഡോണ്ട് നോ. ഇപ്പോൾ അവൾ എവിടേക്കാണ് പോയത്? മറൈൻ പ്ലാസ. അവിടെ എന്താ? എന്തോ കാർത്തിക് അവൾക്ക് അവിടെ ആരോ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അയാളെ കാണാൻ പോയതാ? ഓ, ഓക്കെ. ഹായ് സെലിൻ. ഹായ്. താൻ എത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് പോകാതെ എവിടേക്ക് വന്നു. ഓ, ഓക്കെ. ബട്ട് താൻ വരാൻ വൈകുമെന്ന് കരുതി അവനിപ്പോൾ പുറത്തു പോയി. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താൻ പാനിക്കാൻ കണ്ട. അയാളുടെ അടുത്ത് തന്നെയാണ് പോയിരിക്കുന്നത്. ഉടനെ തിരികെ വരും. അതുവരെ താൻ എൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യും. ഓക്കെ. അവൾ അവൻ്റെ പിന്നാലെ ചെന്നു. എന്നാലും ഉള്ളിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. സെലിനി, കുടിക്കാൻ എന്താ പറയണ്ടേ? ജ്യൂസോ കോഫി? എനിക്കൊന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ട് തന്നെയാണ് വന്നത്. ആയിക്കോട്ടെ, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഏതെങ്കിലും ഒരു ഡ്രിങ്ക് പറയും. എനിക്ക് കോഫി മതി. ഓക്കെ. അവൻ റിസപ്ഷനിൽ വിളിച്ച് 2 കോഫിക്ക് പറഞ്ഞു. താൻ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ എവിടേക്കാണ് പോയത്? അത് എനിക്ക് വേറൊരു വർക്കുണ്ടായിരുന്നു, ഒരു റിഹേഴ്സൽ. അതിന് പോയതാണ്. ഓ, സമയം കുറച്ചായല്ലോ, ഫ്രണ്ടിനെ കാണുന്നില്ല. ഞാൻ അവനെ വിളിച്ചു സെലിൻ. അവൻ സിറ്റിയിൽ നിന്ന് പ്രസിഡന്റ് വരുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാന്നാണ് പറഞ്ഞത്. അവൻ ബ്ലോക്കിൽ പെട്ടു കിടക്കുക. അപ്പോൾ വരാൻ ഇനിയും വൈകുമോ? മേ ബി. തനിയെ ടെൻഷൻ ആവല്ലേ? സെലിനിപ്പോൾ എൻ്റെ ഒപ്പമല്ലേ ഉള്ളത്. ഇനി ഇൻ കേസ് ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം, പോരെ? അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഇനി എപ്പോഴാ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്ന ആ ഡിന്നർ സെറ്റാക്കുക? അവന് വേണ്ടൊരു ഡിന്നർ. അത് നമുക്ക് സെറ്റാക്കാമല്ലോ, സമയമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നാക്കിയാലോ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾ ചെറുതായി ഒന്ന് പതറി. ഇന്നോ? ഇന്ന് ശരിയാകില്ല. അതെന്താ ശരിയാകാത്തത്? താൻ എത്ര നാൾ പറഞ്ഞു പറ്റിക്കുന്നു? താനല്ലേ ഇങ്ങോട്ടൊന്ന് പറഞ്ഞത്? അതെ, ബട്ട് ഇനിയും സമയമുണ്ടല്ലോ. അല്ല, താൻ എന്താ അന്ന് എന്നോട് ഇങ്ങോട്ട് വന്ന് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞത്? തനിക്കും എന്നോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയോ? ഇഷ്ടമെന്ന് വെച്ചാൽ ഡേറ്റ് ചെയ്യാൻ എൻ്റെ ഒന്നും ട്രൈ ചെയ്യണമെന്ന് തോന്നിയോ? അങ്ങനെയൊന്നുമല്ല, ഞാനത് വെറുതെ പറഞ്ഞതാ. വെറുതെയോ? ലായർ. അങ്ങനെ വെറുതെ ഒരു പെൺകുട്ടി വന്ന് ഏതെങ്കിലും ഒരാണിനോട് ഡിന്നറിന് ക്ഷണിക്കുമോ? തനിക്ക് അത്ര ഇഷ്ടവും ആഗ്രഹവും തോന്നുന്ന ആളെ വിളിക്കുള്ളൂ. യു നോ സംതിങ്, താൻ എന്നെ ഒരു തവണ ട്രൈ ചെയ്താൽ പിന്നെ തനിക്ക് ആരെയും ഡേറ്റ് ചെയ്യാൻ തോന്നില്ല. വാട്ട്സ് നോൺസെൻസ് ആർ യു ടോക്കിംഗ് കാർത്തിക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നും അറിയാത്ത കുഞ്ഞു വാവ. എനിക്കറിയാം, തനിക്ക് വരണമായിട്ട് സെറ്റായില്ലല്ലേ അന്ന് ഡിന്നറിന് പോയിട്ട്. അതുകൊണ്ടല്ലേ താൻ എൻ്റെ അടുത്തേക്ക് വന്നത്. വരണമായിട്ട് എന്ത് സെറ്റായില്ല എന്ന്? കാർത്തിക്, താൻ എന്തിനെ ഉദ്ദേശിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്ത് തന്നെയാണേലും ഞാൻ താൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ ആരെയും ഡേറ്റ് ചെയ്യുന്നുമില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ തന്നോട് വന്ന് അന്ന് അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എനിക്ക് കിട്ടിയൊരു ഡെയറായിരുന്നു അത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി കളിച്ച ട്രൂത്ത് ഓർ ഡെയറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയൊരു ചാലഞ്ചായിരുന്നു അത്. ഐ എം സോറി കാർത്തിക്, എനിക്ക് ആ സിറ്റുവേഷനിൽ അങ്ങനെ വന്ന് പറയേണ്ടി വന്നു. പക്ഷെ അതിനെ താൻ എത്ര സീരിയസ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ
അന്ന് വരുണിനോട് ഡിന്നറിന് പോകുന്നു എന്ന് പറഞ്ഞതും വെറുതെയാ. അതും ഞാൻ തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ഇതുവരെ ആരുടെയും ഒപ്പം ഡിന്നറിനോ ഡേറ്റിങ്ങിനോ പോയിട്ടില്ല. സോ അപ്പോൾ എന്നെ ഇഷ്ടമില്ല എന്നാണോ? അതെ കാർത്തിക്. എന്താ സെലിൻ, ഇങ്ങനെ ആളെ പറഞ്ഞ് പറ്റിക്കാവോ? ഐ ആം സോറി കാർത്തിക്, അതെൻ്റെ അവസ്ഥയായിരുന്നു. ഐ ആം റിയലി സോറി. ഓക്കെ, പക്ഷെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയെന്നറിയോ ഞാൻ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? വാട്ട് യു മീൻ? അപ്പം താൻ ഡയറക്ടറിനെ പരിചയപ്പെടുത്താനല്ലേ വിളിപ്പിച്ചത്? നോ, നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിക്കാമല്ലെന്ന് കരുതിയിട്ടാ. വാട്ട്? ഐ ഹാവ് ടു ഗോ. എനിക്ക് തൻ്റെ ഒപ്പം ചിലവഴിക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. ഏയ് കമോൺ, ആരും അറിയില്ല സെലിൻ. ഏയ് യു ഇഡിയറ്റ്, തൻ്റെ കഴപ്പ് തീർക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് പോകണം. അവിടെ നിൽക്കടി. അങ്ങനെ ഈ കാർത്തികിനെ ഒരു പെണ്ണും എൻ്റെ ഈ റൂം വിട്ട് പോയിട്ടില്ല. സെലീന അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെടുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരാൾ വാതിലും തല്ലി തകർത്തകത്തേക്ക് വന്നു. ശബ്ദം കേട്ട് കാർത്തിക് വെട്ടിത്തിരിഞ്ഞു. സെലീന അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. നീയോ? നീ എന്താ ഇവിടെ? നിന്റെ അമ്മൂമ്മയുടെ 16 നടക്കുമെന്ന് അറിഞ്ഞു, അപ്പോൾ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി. ജെകെ, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടരുത്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കൂ. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യവും എനിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് നിൻ്റെ അടുത്ത് വയ്ക്കുന്നത്. ഇപ്പം നീ ഈ കാണിച്ച പോക്കൃത്തനത്തിന് നിന്നെ ഇങ്ങനെ നിർത്തി സംസാരിപ്പിക്കേണ്ടതേ അല്ല. പക്ഷെ ഇപ്പം ഞാനിവിടെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ അത് മറ്റാരെക്കാൾ അവളെയായിരിക്കും ബാധിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോവുക. പിന്നെ ഇവളിപ്പം ഞാൻ കൊണ്ടുവന്നു. നിനക്ക് ഡാഡി മമ്മി കളിക്കാൻ വേറെ ആരെങ്കിലും നോക്ക്. വടി. അവൻ അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയെങ്കിലും എന്തോ ഒന്ന് ബാക്കിയുള്ളതുപോലെ അവൻ നിന്നു. പെട്ടെന്ന് കാർത്തികയുടെ ചെക്കിൽ അവനൊന്ന് പൊട്ടിച്ചു. ഇത് നീ എന്ന് ജ്യൂസ് കുടിച്ചപ്പോഴേ ഞാൻ തരാനായിട്ട് ഓങ്ങി വെച്ചത്. ആൻഡ് വൺ മോർ തിങ്, ഇവൾ എൻ്റെ പെണ്ണാണ്. കോളേജ് കാലം തൊട്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന പെണ്ണ്. ഇനി നിന്റെ നിഴൽ പോലെ അവളുടെ ദേഹത്ത് തട്ടരുത്. യു ഗെറ്റ് ഇറ്റ്? അവൻ അവളെയും കൊണ്ട് നേരെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് എത്തിയത്. എന്താ ഇവിടെ കൊണ്ടുവന്നേ? നിന്നെ ഒന്ന് റേപ്പ് ചെയ്യാൻ. എന്താ എന്തെങ്കിലും വിരോധമുണ്ടോ?
എന്നാലൊരു കാട്ടുകോഴി വിളിച്ചപ്പോഴേക്കും നീ ഓടിച്ചെന്നല്ലോ. എന്ത് ധൈര്യത്തിലാണ് നീ ചെന്ന് കയറിയത് അവൻ്റെ റൂമിൽ? അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, മിഷൻ ഗണ്ണ്, ലവ്ലി പേഴ്സൺ, ക്യൂട്ട് സ്മൈൽ, പിന്നെ ഡിന്നറിന് വിളിക്കുന്നു, ജ്യൂസ് വാങ്ങി കൊടുക്കുന്നു. എന്തൊക്കെയായിരുന്നു കോലാഹലം. എന്തായിരുന്നു നിൻ്റെ ഷോ? എടി ഞാൻ എല്ലാം സഹിക്കും, പക്ഷെ നിൻ്റെ പട്ടി ഷോ അതായിരുന്നു അൺസഹിക്കബിളായിരുന്നത്. അതിനെല്ലാം ചേർത്താൽ നിനക്കിപ്പോൾ കിട്ടിയത്. കേട്ടിട്ടില്ലേ, കർമ്മ ഈസ് എ ബിച്ച്. അന്നേ നിനക്ക് ഞാൻ വാണിംഗ് തന്നതാ, ഇത് നിനക്ക് നല്ലതല്ല എന്ന്. അന്ന് എന്തായിരുന്നു എൻ്റെ മറുപടി? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നു അത്? ആ, ഞാൻ നോക്കിക്കോളാം. ഇപ്പം അവസാനം എന്തായി? നിന്നെ കണ്ട് നോക്കാൻ പറ്റിയോ നിന്നെ? ചെടി, ഞങ്ങളൊക്കെ പോലുള്ളവരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കണ്ട പ്ലേ ബോയ്സിൻ്റെ പിന്നാലെ പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് തന്നെയാണ് അവസ്ഥ. മതി. അങ്ങനെ ഞങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞ് വേർതിരിക്കൊന്നും വേണ്ട. എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒരവസരം കിട്ടിയത് എങ്ങനെ മുതലാക്കുമെന്ന് വിചാരിക്കൂ. ഓഹോ, എന്നിട്ട് ഞാൻ എത്ര തവണ നിന്നോട് അവസരം മുതലാക്കാൻ ശ്രമിച്ചു? അതിന് ഞാൻ തനിക്ക് അവസരം തന്നിട്ടില്ലല്ലോ. നീ എന്ന് ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല. ചെയ്തത് അബദ്ധമാണെങ്കിൽ അത് സമ്മതിക്കാതിരിക്കാനുള്ള നിൻ്റെ ഈ ഉരുണ്ടുകളി ഉണ്ടല്ലോ, അത് മാറിയാൽ നീ പകുതി നന്നായി. ഓ, അപ്പോൾ താൻ എന്നെ നന്നാക്കാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? നിന്നെ ഇവിടെ കൊണ്ട് നന്നാക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നീ വേണമെങ്കിൽ നന്നായാൽ മതി. നീ നന്നായാലും ഇല്ലെങ്കിലും ബാധിക്കുന്നത് നിൻ്റെ ജീവിതം തന്നെയാണ്. ആണല്ലോ, അപ്പോൾ ഞാൻ അങ്ങ് സഹിച്ചു. ആരും നിൻ്റെ ഈ അഹങ്കാരം കുറയ്ക്കടി. എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം, ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ചെന്ന് ചാടുന്നതെല്ലാം കുഴിയിലും. ആ, ഞാൻ കുഴിയിലേക്ക് തന്നെയാണ് ചാടിയത്. കുഴിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചാടിയത്. അത് തൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ചാടിയത്. എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? വല്ലതും കിട്ടിയോ? ഇതാ നോക്കൂ, ഇനി ഓരോന്ന് പറഞ്ഞ് നിന്നെ അങ്ങ് കൺവിൻസ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ആരോ പറഞ്ഞതുപോലെ ഉറങ്ങുന്നവരെല്ലാം ഉണർത്താൻ കഴിയും. നിന്നോട് എന്തെങ്കിലും പറയുന്നതും കുടം കമിഴ്ത്തി വെള്ളം ഒഴിക്കുന്നതും ഒരുപോലെയാണ്. ഒരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിന്നെ അങ്ങ് അടിച്ച് നന്നായി കളയാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് നിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലായിരുന്നു. നിന്നോട് ചോദിക്കാനുള്ള അവസ്ഥയിലും ആയിരുന്നില്ല. സോ ഞാൻ നേരെ വണ്ടി ഇങ്ങോട്ടേക്ക് വിട്ടു. നിനക്കിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, ഞാൻ തടയുന്നൊന്നുമില്ല. അതിന് ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? എൻ്റെ കാർ ആ ഹോട്ടലിലാണ് കിടക്കുന്നത്, ഡ്രൈവർ അവിടെയാണ് ഉള്ളത്. എങ്കിൽ വിളിച്ച് പറയൂ ഇവിടേക്ക് വരാൻ. അവൾ ഫോൺ എടുത്ത് ഡ്രൈവറിനെ വിളിച്ചു. എന്തായി? എന്ത് പറഞ്ഞു ഡ്രൈവർ? അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് ഫ്രഷ് ആവുന്നെങ്കിൽ ഫ്രഷ് ആയിക്കോ. നിന്നെ കാണാൻ എന്തോ പ്രേതം ബാധിച്ച പെണ്ണിനെ പോലെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിന്നെ ഈ കോലത്ത് കണ്ട നിൻ്റെ കസിനും കൂടി പേടിച്ചു പോകും. അതിന് ഞാനിവിടെ പോയി ഫ്രഷ് ആക്കാനാ? ഈ കാണുന്നതെല്ലാം റൂം തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും കയറി നീ ഫ്രഷ് ആയിക്കോ. സെലിൻ്റെ വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷപ്പായിട്ട് പുറത്തിറങ്ങി വന്ന് കണ്ണാടിക്ക് മുന്നിൽ വന്നു. ശരിയാ, താനെന്ന് വലിയ മണ്ടത്തരം തന്നെയാണ് കാണിച്ചത്. ജെകെ വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ എന്താകുമെന്ന് അവൾ ഊഹിച്ചു. പക്ഷെ എന്നാലും അവനോടൊരു താങ്ക്സ് പറയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അയാളുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും എന്നെ സഹായിച്ചേനെ. ഒരാശ്വാസത്തിന് വേണ്ടി അവൾ അങ്ങനെ ചിന്തിച്ചു. പെട്ടെന്ന് ഡോറിൽ മുട്ട കേട്ടു. അവൾ ഓടിച്ചെന്ന് ഡോർ തുറന്നു. ജെകെ ആയിരുന്നു അത്. എന്താ ജെകെ? എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് റൂമിനുള്ളിലേക്ക് ഇടിച്ചു കയറി. പെട്ടെന്ന് അവൻ്റെ ഈ പെരുമാറ്റത്തിലെ അസ്വാഭാവികത അവളെ ഭയപ്പെടുത്തി. ജെകെ, വാട്ട് ആർ യു ഡൂയിങ്? കണ്ടു മനസ്സിലായില്ലേ? മനസ്സിലായില്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. താനെന്തിനാ ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് കയറി? നിൻ്റെ റൂമോ? ഇതിപ്പോൾ എൻ്റെ റൂമാണല്ലോ. സോ വാട്ട്? താനിതെന്തു ഭാവിച്ച? അത് ചോദിച്ചതും അവൻ അകത്ത് കയറി ഡോർ ലോക്കിട്ടു. നീ നേരത്തെ എന്താ പറഞ്ഞത്? എല്ലാ ആണുങ്ങളും ഒരുപോലെയാ. ഒരവസരം കിട്ടിയാൽ അത് മുതലാക്കുന്നില്ലേ? അത് ശരിയാ. അതിനോടൊപ്പം നീ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ല എന്ന്. അതും ശരിയാ. ബട്ട് ഇപ്പോൾ എനിക്കിത് കിട്ടിയ അവസരമാണ്. സോ ഞാനിത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ? ഇങ്ങനെ എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ജെകെ, താൻ വെറുതെ അവിവേകം കാണിക്കരുത്. കാണിച്ചാൽ ഞാൻ ഒച്ച വയ്ക്കും. ഒച്ച വയ്ക്കും. നീ എത്ര ഒച്ച വെച്ചാലും ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഞാൻ തന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. നീ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. ഇത്ര നാൾ പിറകെ നടന്ന് മടുത്തു.
ഇനി ഞാനൊരു കടുങ്കൈ ചെയ്യാൻ പോവാം. എന്ത് വെടക്കാക്കി തനിക്കാക്കൽ? തോന്നിയതായിരുന്നു. ഗോഡ്, എന്നാലും എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്തോ കുഴപ്പമുണ്ട്. പെട്ടെന്ന് സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവൾ ഡോറിനടുത്തേക്ക് എത്തി. ഡോർ തുറന്നതും അവിടെ ജേക്കി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ഡോർ തിരികെ അടച്ചു. സെലിന ഡോർ തുറക്കും. നീ എന്താ ഈ കാണിക്കുന്നേ? എന്നെ കൊന്നാൽ ഞാൻ തുറക്കില്ലടാ. അങ്ങനെ തന്നെ ഇപ്പം ഇതിലേക്ക് കയറണ്ട. സെലിന, നീ വാതിൽ തുറക്ക്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ താനിപ്പോൾ തൻ്റെ അവസരം മുതൽ എടുക്കണ്ട. ഇതൊക്കെ എന്താ വട്ടായോ? ഇടി, ഞാൻ നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. അത് കേട്ടതും അവൾ പതിയെ വാതിൽ തുറന്നു. എന്താ നീ എന്തുവായി കാണിക്കുന്നേ? വാതിലടച്ച് അതിനുള്ളിൽ കയറി ഇരിക്കുന്നതിനാ? അത് താൻ കയറാതിരിക്കാൻ. അതൊക്കെ ഇപ്പം താൻ അറിയുന്ന എന്തിനാ? താൻ എന്തിനാ ഇപ്പം ഇവിടെ വന്നേ? നിന്റെ ഫോൺ ഇടർന്ന് കുറേ നേരം കൊണ്ട് ചിലയ്ക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കത്? ഓ, ഡ്രൈവറായിരിക്കും എന്ന് പറഞ്ഞവൾ ഫോൺ നോക്കിയപ്പോൾ അത് ജൂബിയായിരുന്നു. ഹലോ ജൂബി. എന്താ, എന്ത് പറ്റി? ഷോ, നീ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. ആണോ? ഞാനിവിടെ അല്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നീ എത്തിയിട്ട് വിളിക്കൂ. ശരി, ഓക്കെ. എന്ത് പറ്റി? അമ്മ അവന് സുഖമില്ലെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജൂബി നാട്ടിലേക്ക് പോകുമെന്ന്. ഓ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്കും അവളുടെ ഒപ്പം പോവായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ആയിപ്പോയില്ലേ. എല്ലാറ്റിനും കാരണം താനാ. എക്സ്ക്യൂസ് മീ, ഞാനെന്ത് ചെയ്തെന്നാ? താനല്ലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഓ, ഇപ്പം ഞാൻ കൊണ്ടുവന്നതാണോ കുറ്റം? കാറിലിരുന്നപ്പോൾ നിൻ്റെ വീട്ടിലേക്കല്ല പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ നീ എന്താ ഒന്നും പറയാതിരുന്നത്? അപ്പോൾ എന്താ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുമായിരുന്നോ? എടി, എന്തോ കളഞ്ഞ അണ്ണനെ പോലെ നിൽക്കാതെ നീ നിൻ്റെ ഡ്രൈവറിനെ വിളിക്ക്. അവൾ പെട്ടെന്ന് ഡ്രൈവറിനെ വിളിച്ചു. എന്തായി? അയാൾ എത്തിയോ? ഇല്ല, അയാൾ എവിടെയോ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുവന്നു. സിറ്റി മൊത്തം ബ്ലോക്കാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇങ്ങോട്ടേക്കുള്ള മിക്ക റോഡുകൾ അടച്ചിരിക്കുകയാണ്. ഓ, ഇന്ന് പ്രസിഡന്റ് വരുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പം അതവൻ പറഞ്ഞ സത്യമായിരുന്നു. എന്താ? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലാത്തേ? ഞാനൊന്നും പറഞ്ഞില്ലാന്ന്. നീ ഒന്നും പറയണ്ട. ഇവിടുന്ന് പോകാനുള്ള എന്തെങ്കിലും വഴി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. ഇപ്പം തന്നെ അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എത്തി വഴി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിൻ്റെ ഒച്ച കേട്ടു. അവരാരെങ്കിലും കണ്ടാൽ പിന്നെ തീർന്നു. അതെന്താന്നോ? നീ വലിയ സെലിബ്രിറ്റി അല്ലേ? നിൻ്റെ ആരാധകർ ആരെങ്കിലും കണ്ടാൽ പിന്നെ അടങ്ങിയിരിക്കും. അപ്പം താൻ സെലിബ്രിറ്റി അല്ലേ? എന്നെ ഇവിടെ ഉള്ള എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് എങ്ങനെയും എൻ്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോ. ഇതിപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്ന് എനിക്ക് ഡൗട്ട്. ഏത് ചരിത്രം? എന്നാ നീ എൻ്റെ ഹോസ്റ്റൽ റൂമിലൊന്ന് കുടുങ്ങിപ്പോയില്ലേ? നോ നോ നോ, അതൊന്നും ഇനി ആവർത്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു നിന്നത് പെട്ടെന്ന് ഡോർബെല്ലടിച്ചു. ആരാത്? അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് ചെന്ന് ഡോർ തുറന്നു. വരുണായിരുന്നു അത്. നീ എന്താടാ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നേ? സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞ് നേരെ നോക്കിയത് സെലീനയുടെ മുഖത്തായിരുന്നു. സെലീന എന്താ ഇവിടെ? വരുണെന്താ ഇവിടെ?